AM കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെണ്ടയ്ക്ക വഴുതനങ്ങ തീയലാണ്. അപ്പോൾ ഇത് നമ്മുടെ പറമ്പിൽ തന്നെ നമ്മൾ നട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തെല്ലാം ചേരുവകളാണ് വേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നാളികേരം ചിരകിയത് വേണം. പിന്നെ കുറച്ച് വാളംപുളി, ഏകദേശം ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലാണ് ഞാൻ പുളി എടുത്തിട്ടുള്ളത്. പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്കയും വഴുതനങ്ങയൊക്കെ നാലാക്കി ഒന്ന് കീറി നീളത്തിലൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പാൻ അടുപ്പത്തേക്ക് വെച്ച് സ്റ്റൗ കത്തിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അതിന് നമുക്ക് നന്നായിട്ട് ഈ നാളികേരം ഒന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഗോൾഡൻ കളറാവണ വരെ നമ്മളിത് വറുത്തെടുക്കണം. നാളികേരം നന്നായി മൂത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർക്കുള്ളൂ. അപ്പോൾ നാളികേരം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ നാളികേരമൊക്കെ നന്നായിട്ട് തന്നെ അതിൻ്റെ ആ പച്ചയൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്, നന്നായി മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നിറയെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. മുളക് പൊടി ഞാനിത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ എരിവിനനുസരിച്ച് മുളകൊക്കെ നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനിയിപ്പോൾ ഇതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൽ നമ്മൾ എന്താ പറയുക, ഉലുവ അങ്ങനത്തെ ഒന്നും ചേർക്കണില്ല. അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറി സാമ്പാറിൻ്റെ ടേസ്റ്റിലേക്ക് പോവും. അപ്പോൾ നമ്മുടെ ഈ കൂട്ടുതാ നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ അതേ പാനിൽ തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 2 മുതൽ 3 വരെ ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് 1 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഈ വെളിച്ചെണ്ണയിൽ കടന്ന കടുകൊക്കെ നന്നായി പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ആദ്യം തന്നെ വഴുതനങ്ങ ചേർത്ത് കൊടുത്തു. കൂടുതൽ കുറച്ച് കറിവേപ്പില നേരത്തെ ചേർക്കേണ്ടതായിരുന്നു, അത് വിട്ടുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തത്. ഇനി വഴുതനങ്ങ നന്നായിട്ടൊന്ന് വഴന്ന് എണ്ണയിലൊക്കെ കടന്നൊന്ന് വഴന്ന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഏകദേശം മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയും കൂടെ വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കുക. നാവിനൊക്കെ ഒരു വള്ളിക്കെട്ട് വരുന്നുണ്ട്, ക്ഷമിക്കണേ. അപ്പോൾ ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഈ എണ്ണയെ കിടന്നുകൊണ്ട് തന്നെ ഇതൊന്ന് വെന്ത് വഴന്ന് കിട്ടണം. പിന്നെ നമ്മളിങ്ങനെ ചേർക്കുമ്പോൾ സാധാരണ രീതിയിൽ വെണ്ടയ്ക്ക അങ്ങോട്ട് കുഴഞ്ഞ് അതിൻ്റെ ആ ഒരു കൊഴുപ്പൊക്കെ ആയി പോകാറുണ്ടല്ലോ. അപ്പോൾ നമ്മളിതിപ്പോൾ തന്നെ അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കണ്ടുപിടുത്തം എന്ന് വേണമെങ്കിൽ പറയാം, വെണ്ടയ്ക്ക കുഴഞ്ഞു പോണില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് കാണും ചെയ്യാമല്ലോ. വെണ്ടയ്ക്ക അങ്ങോട്ട് കൊഴുപ്പായി വരുന്നില്ല ആ ഉപ്പ് ചേർത്തത് കൊണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അങ്ങനെ ഈ എണ്ണയിൽ തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. നമ്മുടെ വെണ്ടയ്ക്കയും വഴുതനങ്ങയും കൂടെ ഏകദേശം ഒരു 3/4 വേവിൻ്റെ മേലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കണം. പിന്നെ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ അതിലേക്ക് നല്ലോണം ചേർന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കായം പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കായം പൊടിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ നാളികേരം അരച്ചതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി അതും ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. കുറുകിയ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നാൽ നമ്മുടെ അടിപൊളി വെണ്ടയ്ക്ക വഴുതനങ്ങ തീയൽ റെഡിയാവും. അപ്പോൾ ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടുപ്പത്ത് തന്നെ കുറച്ച് സമയം കൂടെ വെക്കാം. എന്നിട്ട് ഈ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ തീയൽ ഇവിടെ റെഡിയായി. ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.